ഗൈസ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് ക്രിസ്മസ് അല്ലേ. അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ് ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ പുൽക്കൂട് മേക്ക് ചെയ്യാട്ടോ. പുൽക്കൂട് ഉണ്ടാക്കാൻ പോലെ നമുക്ക് നേരെ വീഡിയോ ചെയ്യാലോ. നമ്മൾ പുൽക്കൂടിനുള്ള പുല്ലും വടിയൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടല്ലേ. തുടങ്ങിയാലോ. അപ്പൊ നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എവിടെ വെച്ചാല് നമ്മളിതാ ക്രിസ്മസ് ട്രീ പോലത്തെ ഒരു ട്രീ ഇതാ നമുക്ക് അവിടെ ഉണ്ട് കേട്ടോ. ആ ട്രീന്റെ അടുത്ത് ഇതാ ഈ താഴത്തായിട്ട് വെക്കാൻ ആ വല നിൽക്കാൻ സ്ഥലല്ലേ അവിടെ ആയിട്ട് വെക്കാന്ന് വിചാരിച്ച് അല്ലേ. അവിടെ കുളത്തില് മീനൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ നമ്മള് ഇവിടുന്ന് ഓൾറെഡി ഇവിടുന്ന് ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുപോയി വെക്കാം. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ വെയിലാവും. ആവുന്നില്ല, അത് ഉണ്ടാക്കാൻ തുടങ്ങട്ടെ ആദ്യം. ഇവിടുന്ന് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല വെയിലാവും. അപ്പൊ അവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുപോയി വെക്കാന്നാണ് വിചാരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഓക്കെ, 2 അടി ഇവിടെ ഏട്ടൻ വെട്ടിയിട്ടുണ്ട്. ഇനി അവിടെ വെട്ടുണ്ട്, പോയോക്കാം. എത്ര അടി? 2 നല്ല പണിയുണ്ടല്ലോ ഏട്ടൻ. ഇത് നമ്മൾ ഉപയോഗിക്കാത്ത കേട്ടോ. ഏട്ടൻ ഇവിടെ 4 വടി വെട്ടിയിട്ടുണ്ട്. 5 വടി വെട്ടിയിട്ടുണ്ട് ഗൈസ്. 5 വെട്ടിയിട്ടുണ്ട്. ഇനി എന്താ, ഇനിയും മരം വെട്ടാണ്ട്, ഇനിയും വെട്ടാനുണ്ട്. ഇന്ന് വെട്ടി കഴിയും. വൈകുന്നേരം മുതൽ കഴിയേക്കില്ലേ. ആരാ പറയണേ? ഞാനാണിത് പ്ലാൻ പറഞ്ഞു കൊടുത്തത് ഞാനാണ്. മൊത്തം പ്ലാൻ ഞാനാണ് ഗൈസ് പറഞ്ഞു കൊടുക്കുന്നത്. കുറച്ച് ഏട്ടൻ്റെ മേത്തേക്ക് കയറി നോക്കാം ഗൈസ്. ഇതാണ്, ഇങ്ങനെയാണ് ഉണ്ടാവുക. കുറച്ച് പണിയൊന്നും എടുക്കില്ല, ഒക്കെ ഞാൻ തന്നെ എടുക്കണമെന്ന് വെച്ചാല് നമ്മള് പണിയില്ല. വീഡിയോ എടുക്കാൻ ആരാണ് വീഡിയോ എടുക്കുക? ഞാൻ തന്നെ എടുക്കണം. 2 മരം മുറിച്ച് 2 മരം മുറിച്ച് ഇനി മുറിച്ചില്ല. ഒന്നും കൂടെ മുറിച്ച് വെച്ചേ. 3 മുറിച്ച് അതേ സൈസില് ഒന്നും കൂടി മുറിക്കണം. ട്രൗസറൊക്കെ ആട്ടോട്ടെ, കാരണം ഇങ്ങനത്തെ പണി എടുക്കുമ്പോ ഇതൊക്കെ മതി അല്ലേ. ഈ മുള്ളു കുത്തു അതിന്റെ. ഇതൊരു പുല്ലാണ്. സൈസ് ഒന്നും കൂടി മുറിച്ചിട്ട് വരാം. ആ ബ്ലൂം ആണ് ക്രിസ്മസ് ട്രീ പോലെ തന്നെ അല്ലേ. അതുകൊണ്ട് ഇവിടെ ആട്ടോ നമ്മളെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ തൊട്ടടുത്തായിട്ട് മിട്ടോടെ നല്ല ഹാർഡ് വർക്കിലാണ്. അവിടെ നല്ലോണം എന്തൊക്കെയോ വെട്ടുണ്ട്. ഓക്കെ, അപ്പം പരിപാടി കഴിഞ്ഞിട്ട് നേരെ ആ മരമൊക്കെ വെട്ടി കഴിഞ്ഞിട്ട് നേരെ വരാം കേട്ടോ. നമ്മൾ കുറച്ച് മരങ്ങൾ അവിടെ പീസാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ ഇതൊക്കെ പീസാക്കിയിട്ട് വരാം കേട്ടോ. പിന്നെ ഇതാണ് നമ്മൾ പുല്ല് മലയിൽ പോയിട്ട് എടുത്തു വന്നതാ. കുറച്ചും കൂടി ഉണങ്ങണേനില്ലേ ഇല്ലേ മിട്ടോ? കുറച്ച് പച്ചപ്പുല്ലായി പോയി, കുറച്ചും കൂടി ഉണങ്ങണേനി. പിന്നെ ഇവിടെയാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ മീനുകളൊക്കെ ഇതാ കണ്ടോ, കാണണ്ടെന്ന് വിശ്വസിക്കുന്നു. അവിടെ കണ്ടിട്ടോ. ഇവിടെയാണ് പിന്നെ നമ്മൾ പുൽക്കൂട് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. മിട്ടോടെ ഹാർഡ് വർക്കിങ്ങിലാണ് ഗൈസ്. അതൊക്കെ നമുക്ക് മുറിക്കാനുള്ള പീസാട്ടോ. കയ്യിൽ കിട്ടിയ എല്ലാ സാധനം എടുത്ത് വെട്ടണം കേട്ടോ. ആ അമ്മിക്കുട്ടി, ഇതൊന്നും അമ്മി നല്ല അറിയാ, അത് നമ്മൾ ഉപയോഗിക്കില്ല. അതുകൊണ്ട് അതിന്റെ മുകളിൽ വെച്ച് വെട്ടണം. ഇത് ചതച്ചരക്കണ്ടല്ലോ. ഒരു സൈസയോ ഏകദേശം ഉണ്ടല്ലേ. അടുത്ത് ഞാൻ വെട്ടി നമ്മളിതാ കൂട്ടിയിടല്ലേ. ഇത് നമ്മളെ കാലായിട്ട് എടുക്കും. ഇത് അടിഭാഗവും മുകൾ ഭാഗത്തേക്ക് ഇനി ഒന്നും കൂടെ വേണം. അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ. ആദ്യം നമ്മൾ മരമൊക്കെ പീസായിട്ട് വെട്ടിയേക്കുക, എന്നിട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, ആണി വെച്ച് അടിച്ചാൽ എന്താ പ്രശ്നം അറിയോ? അത് ചീന്തി പോകും. അതുകൊണ്ട് നമുക്കില്ലേ കെട്ട് കമ്പി, ചെമ്പ് കമ്പി എന്നൊക്കെ പറയൂലേ, അങ്ങനെ പറയാ. അതന്നെ, അങ്ങനെയാണ് തോന്നണ്ട്. അത് ഉപയോഗിച്ച് കെട്ടാന്ന് വിചാരിച്ച്. അതന്നെ, അത് ഉപയോഗിച്ച് കെട്ടല്ലേ. എന്നാ അനുകൂലല്ലോ, അത് ഉപയോഗിച്ച് കെട്ടാം. നമ്മളെ മരമൊക്കെ വെട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ഇവിടത്തേക്കാളും വെയില കുറവാ അവിടെ കേട്ടോ. അപ്പൊ നമുക്ക് അവിടെ തന്നെ ഉണ്ടാക്കാന്ന് വിചാരിക്കണേ. ഈ പിന്നെ ചെമ്പമ്പ കെട്ടണേ, മറ്റാകുമ്പോ ആണിട്ട് തടിച്ചാലേ വീണ്ടും എറിയാളൂല്ലേ. എവിടെ നിന്ന് ഉണ്ടാക്ക? ഇവിടെ തന്നെ ഉണ്ടാക്കല്ലേ. ഇവിടെ തന്നെ ഉണ്ടാക്കാം. ഇവിടെയും വെയിലില്ല, പക്ഷെ ഇവിടെ ഉണ്ടോ ഭയങ്കര വെയിലാ. അപ്പോൾ ആ മരക്കഷ്ണങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവയ്ക്കുക, ഇവിടെ നിന്ന് ഉണ്ടാക്കുക. ഓക്കെ,
ബേസ് റെഡി ആയിട്ടുണ്ടല്ലേ? താൽക്കാലികമായിട്ട് റെഡി ആയിട്ടുണ്ട്. റെഡി ആയില്ല മര്യാദയ്ക്ക്. ഇപ്പൊ കണ്ടിട്ട് ലുക്ക് ഇല്ലാത്തവരൊക്കെ ഉണ്ട്, പക്ഷെ വർക്ക് അവസാനം കഴിയുമ്പോൾ റെഡി ആവും. റെഡിയാവുമെന്ന് വിചാരിക്കാം. നമുക്ക് ഇത് ഇവിടെ എല്ലാം വെക്കണ്ടേ, ഇതിന്റെ താഴത്തോട്ടാണ് വെക്കണ്ടേ അല്ലേ? അത് മേലെടുത്ത് മാറ്റിയേക്കാൻ തരും. എന്നാ ബാക്കി കൂടി റെഡി ആക്കിയാലോ, അതിന് മുകൾ ഭാഗം കൂടിയോ? സെറ്റാക്കാം. ഓക്കെ. ഏകദേശം സെറ്റ് ആയില്ലേ? പക്ഷെ വേറെ എന്തൊക്കെയോ ഒരു ഷേപ്പില്ലേ, വിചാരിച്ച ഒരു ഷേപ്പ് ആയില്ലേ? അത് റെഡി ആയിക്കോളൂ, അവസാനത്തേക്ക് റെഡി ആയിക്കോളൂ. പുല്ലൊക്കെ ഇട്ട് വളവൊക്കെ തിരിവൊക്കെ റെഡി ആക്കിട്ടാ. യെസ് ഗായ്സ്. ഓ കൊയങ്ങിട്ടോ അല്ലേ? ഇനി ഒന്നും കൂടി കമ്പിയൊക്കെ കെട്ടി ടൈറ്റ് ആക്കി വെക്കണം അവിടെ. ഓക്കെ, നമ്മളെ പുൽക്കൂട് കാണാൻ വരുന്ന നമ്മളെ സബ്സ്ക്രൈബറാണ്. നോക്കിയാ പുൽക്കൂട് ഉണ്ടാക്കിയതാ, വേറെന്തായി പോയി. അടച്ചോ അടച്ചോ, തണലത്തൊക്കെ. ഗൈസ് എൻ്റെ ഫ്രണ്ടാട്ടോ, ഇങ്ങോട്ട് വാ. ഇതൊക്കെ എന്തായിട്ടാ തോന്നണ പറഞ്ഞാ? റെഡി ആണത് പുല്ലാതാട്ടോ, ആ പുല്ല. ഒരു ചെരുവുണ്ടല്ലേ, അത് ലാസ്റ്റ് സെറ്റ് ആക്കാം. ണ്ടോ ഇതിപ്പോ എന്താ സാധനം ഒന്നുമില്ലേ? ഞാനിപ്പോ അതിനാ ചിന്തിക്കണേ, ഇതിപ്പോ എന്താ ആയതെന്നൊരു പിടിയില്ല. ഇനിയുണ്ട് കുറച്ചുകൂടെ പണി. ഒരു വളവൊക്കെ ഉണ്ട്, അതൊക്കെ റെഡി ആക്കണം. എന്തായാലും അവസാനം ആകുമ്പോഴേക്ക് റെഡി ആവും, അത്രയ്ക്ക് പറയാനുള്ളൂ കേട്ടോ. മിട്ടുതാ അതാ ഓനെ എവിടെയോ പോവാണ്ട്. അപ്പോൾ എന്തായാലും പോയി വരട്ടെ, ബാക്കി എന്നിട്ട് സെറ്റാക്കാം. ഓക്കെ. പിന്നെ ഉണ്ണിയേശുവിനൊക്കെ വെക്കാണ്ട് കേട്ടോ. ആകെ 2 സമ്മാന പെട്ടിയോ അങ്ങനെ എന്തുള്ളൂ അവിടെ. പിന്നെ ഇതാണ് നമ്മളെ വയറ്, സോറി ലൈറ്റ്. നമ്മളെ മരമൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ
ഇതിന് ഇത്ര നീളമുള്ളൂ. അതാ കുറച്ച് നീളമുള്ളൂ. ഇവിടെ പിന്നെ മോഡ് മാറ്റുന്ന സാധനമുണ്ട്, അത് കുറച്ച് നീളമുള്ളൂ. നമുക്ക് കണക്ഷൻ എടുക്കണമെങ്കിൽ അവിടെ നിന്ന് എടുക്കണം. ഞാൻ വെച്ച് ജോയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചിനി, പിന്നെ വെറുതെ എന്തായാലും അവിടെ മുറിച്ചിട്ടാണല്ലോ ജോയിൻ്റ് അടിക്കേണ്ടത്, വെറുതെ മുറിക്കേണ്ട വിചാരിച്ച്. പിന്നെ ഇതാ മെട്ടിരിക്കണേ അതിൻ്റെ ബാക്കിലേക്ക് അവിടേക്ക് ഒക്കെ വിചാരിച്ച്. പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഇതാ നമുക്ക് ഈ സാധനം നേരെ ഞാൻ അവിടേക്ക് വെക്കണം. അതാണ് അടുത്ത ടാസ്ക്. നിങ്ങൾ ഈ അവസാനം കണ്ട ക്ലിപ്പില്ലേ, അതാണ് നമ്മളെ ഇതിന്റെ ഫൈനൽ റിസൾട്ട് കേട്ടോ. എന്താ പറയാ, എങ്ങനെയുണ്ട് ഇനി സത്യം ഇപ്പത്തെ അവസ്ഥ ഇതാണ് ഇതിന്റെ ഇപ്പത്തെ അവസ്ഥ. അതിന് എന്താ ഒരുമാതിരി കാട് പോലെ അയച്ചു നാളെ. ഇന്നലെ ഇന്ന് രാവിലെ നീച്ചു നോക്കുമ്പോ ഫുള്ള് വീണെടുക്കേനി. അതില് പൊട്ടിയണേ, അത് റെഡിയാക്കല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കും. ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ ബൈ.